മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദമായ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയില്ല. അതിരൂക്ഷമായ ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നലെ പിരിഞ്ഞു. ശക്തമായ വാദങ്ങളാണ് ഇന്ന് സഭയിൽ അരങ്ങേറിയത്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് സഭയിൽ ഇന്ന് ബഹളം നടന്നത്. തുടർന്ന് നിയമസഭ ഇന്നേക്ക് പിരിഞ്ഞിരുന്നു. സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോർവിളി ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദമായ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ച ഇല്ല. അതിരൂക്ഷമായ ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നേക്ക് പിരിഞ്ഞിരുന്നു. ശക്തമായ വാദങ്ങളാണ് ഇന്ന് സഭയിൽ അരങ്ങേറിയത്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് സഭയിൽ ബഹളം നടന്നത്. തുടർന്ന് നിയമസഭ ഇന്നേക്ക് പിരിഞ്ഞു. സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോർവിളി ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിന്മേൽ നിയമസഭയിൽ 12 മണിക്ക് അടിയന്തര പ്രമേയ ചർച്ച നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശവും കള്ളക്കടത്ത് പണവും ദേശവിരുദ്ധ പ്രവണതകൾക്ക് ഉപയോഗിക്കണമെന്ന പരാമർശവും സംസ്ഥാനത്ത് നിന്ന് അവമതിപ്പ് ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സണ്ണി ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. തന്റെ പരാമർശത്തിന് ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രിയും സഭയിൽ ആവശ്യപ്പെട്ടു. ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയായിരുന്നു. ഇതിനുശേഷമാണ് ബഹളം ശക്തമാക്കിയത്. ബഹളത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച് സ്പീക്കർ നടത്തിയ പരാമർശം പ്രതിപക്ഷത്തെ പ്രകോപിതരാക്കി. പ്രതിപക്ഷത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ച സ്പീക്കറെ കടന്നാക്രമിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെയും പാർലമെന്ററി കാര്യമന്ത്രിയുടെയും പരാമർശത്തിൽ തിരിച്ചടിച്ച് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അങ്ങേപോലെ അഴിമതിക്കാരനായി മാറരുത് എന്നാണ് മുഖ്യമന്ത്രിക്ക് VD സതീശൻ ചുട്ട മറുപടി നൽകിയത്. ഞാൻ നിലവാരമില്ലാത്തവനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് നല്ല വാക്കാണ് പറഞ്ഞിരുന്നത് എങ്കിൽ വിഷമിച്ചു പോയനെ. ഞാൻ വിശ്വാസിയാണ്. അങ്ങേപോലെ ഒരു അഴിമതിക്കാരനാകരുത് എന്നും നിലവാരമില്ലാത്തവനാകരുത് എന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി വരേണ്ട എന്നും കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇവിടെ സ്പീക്കറുടെ 1-ാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ മുൻകാല റൂളിങ്ങുകളെ ധിക്കരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള രാജ്യ താല്പര്യം ഉയർത്തുന്ന സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസ്റ്റാർഡാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. സാർ, ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഈ നിയമസഭയിൽ ഫ്ലോറിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് സാർ ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതിനെ തുടർന്നുള്ള തർക്കമാണ് ബഹളം ശക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശം മാറ്റിയതുമില്ല. ഇതാണ് തർക്കം രൂക്ഷമാക്കിയത്. ഇതോടെ സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി. പ്രതിഷേധം പുതിയ തലത്തിലെത്തി. ഭരണ പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ പോർവിളിയുണ്ടായി. ഇതോടെ സഭ പിരിഞ്ഞു. ഫലത്തിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നില്ല. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലാത്ത ഭരണപക്ഷ പരാമർശമാണ് തർക്കത്തിനിടയാക്കിയത്. ഇതിന് രൂക്ഷ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞിരുന്നു. അതേ ഭാഷയിൽ മുഖ്യമന്ത്രിയും മറുപടി നൽകി. ഇതോടെ വാക്കേറ്റമായി. പ്രതിപക്ഷ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡറുമായി ഉന്തുന്തള്ളുമുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത്. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. അതിനുശേഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കില്ല എന്ന് ഏവരും കരുതി. എന്നാൽ അനുമതി നൽകിയ ഭരണപക്ഷം തന്ത്രപരമായി കരുക്കൾ നീക്കി. ഇതിൽ പ്രതിപക്ഷം വീണു. അങ്ങനെ ഇന്നത്തേക്ക് സഭ പിരിഞ്ഞ സാഹചര്യമുണ്ടായി. നേരത്തെ പ്രതിപക്ഷത്തോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല എന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കിയിരുന്നു. മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടില്ല. തദ്ദേശ പ്രാധാന്യമുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റേത്. ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നും സ്പീക്കർ പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ കണ്ട വിഷയം പ്രാധാന്യമുള്ളതാണോ ചോദ്യമെന്നാണോ സ്പീക്കർ പറയുന്നത് എന്നും VD സതീശൻ ചോദിച്ചു. പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും മുഖ്യമന്ത്രി നിന്നു എന്ന് മറുപടി തേടാനുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തൃശൂർ പൂരത്തിന്റെ ദിവസം കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP തൃശൂർ ഉണ്ടായിട്ടും ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്നതും പൂരം കലക്കാൻ ഒത്താശ ചെയ്തതും വലിയ വിവാദമായിരുന്നു.
BJP സഹായിക്കാനായി RSSനെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രിയുടെയും മുതിർന്ന CPM നേതാക്കളുടെയും അറിവോടെയാണ് ADGPയുടെ പ്രവർത്തനമെന്ന ഗുരുതര ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം കാര്യങ്ങളിൽ തീരുമാനമാകില്ല. പ്രതിപക്ഷവും പൊതുസമൂഹവും ഒന്നാകെ ഉന്നയിക്കുന്ന ആശങ്കകളിൽ മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമുണ്ട്. സഭയിൽ ബഹളം വെച്ചതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് ആകില്ല എന്നതും വ്യക്തമാണ്.